ഡാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഡാമുകളും. അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമുക്ക് പഠിക്കാം. അതാണ് കുറച്ചും കൂടി എളുപ്പം അതിനെപ്പറ്റി പഠിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് പിന്നെ മറന്നു പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ തന്നെ പഠിച്ചാൽ നമുക്കത് കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡാം അതാണ് കല്ലണൈ ഡാം. അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ കല്ലണൈ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇത് നിർമ്മിച്ചത് പറയപ്പെടുന്നത് കരികാല ചോളനാണ്. കരികാല ചോളനാണ് കല്ലണൈ ഡാം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡാം നിർമ്മിക്കപ്പെട്ട നദി അതാണ് കാവേരി. അപ്പം അത് ഏത് ഡാമായിരിക്കും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലണൈ ഡാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് ഏത് നദിയിലാണ്? നർമ്മദ. ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് നർമ്മദ നദിയിലാണ്. ഇനി ഇന്ന് ഈ കല്ലണൈ ഡാം അറിയപ്പെടുന്നത് അത് ഗ്രാൻഡ് ഡാം എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഡാമായ കല്ലണൈ ഡാം ഇന്ന് അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഡാം എന്നാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഡാം അത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം. 1895 ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. ഇനി ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച് ലോകത്തിൽ ഇപ്പോഴും നിലവിലുള്ള ഡാം അതാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പം ഈ കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചത്. 1895 അത് നിർമ്മിച്ചത്. ആ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം അതാണ് തെഹരി ഡാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹരി ഡാം. അത് സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിൽ. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് ഈ തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉയരം എത്രയാണെന്ന് നോക്കാം. 261 മീറ്റർ. അപ്പം ഈ തെഹരി ഡാമിൻ്റെ ഉയരം 261 മീറ്റർ. ഇനി ഈ തെഹരി ഡാമിനെതിരെ വന്നതാണ് ഒരു മൂവ്മെൻ്റ് ആണ് ആൻറ്റി തെഹരി മൂവ്മെൻറ്റ്. അത് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ഇതിൽ നമ്മൾ പത്രത്തിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇത് ആൻറ്റി തെഹരി മൂവ്മെൻ്റ് ആണ് ഈ തെഹരി ഡാമിനെതിരെ വന്നത്. സുന്ദർലാൽ ബഹുഗുണയാണ് നേതൃത്വം നൽകിയത്. ഈ സുന്ദർലാൽ ബഹുഗുണയെ നമ്മൾ വേറെ സ്ഥലത്തും കൂടി പറയുന്നുണ്ട്. അതായത് ചിപ്കോ പ്രസ്ഥാനം, മരങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചിട്ടുള്ളത്. അതാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ഈ സുന്ദർലാൽ ബഹുഗുണ തന്നെയാണ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച്. 2021 ഇവർ കോവിഡ് വന്നാണ് മരിച്ചത്. അപ്പം ഈ ആൻറ്റി തെഹരി മൂവ്മെൻറ്റിനും ചിപ്കോ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി സുന്ദർലാൽ ബഹുഗുണ 2021 മരിച്ചു. അത് കൊറോണ വന്നിട്ടാണ് മരിച്ചത്. ആ പോയിന്റ്സ് ഒന്ന് ഓർത്തു വെക്കാം. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം കൂടിയാണ് ഇടുക്കി ഡാം. അതിന് നമുക്ക് ഷേപ്പ് വേണ്ട മനസ്സിലാവും. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം അതാണ് മഹാനദിയിലുള്ള ഹിരാക്കുഡ് ഡാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് മഹാനദിയിലുള്ള ഹിരാക്കുഡ് ഡാം. ഇത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം അത് മലമ്പുഴ ഡാമാണ്. ഇത് പാലക്കാട് ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കി ഡാം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം മലമ്പുഴ ഡാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം അതാണ് ഇന്ദിരാസാഗർ ഡാം. മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ് ഈ ഇന്ദിരാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹരി ഡാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഇന്ദിരാസാഗർ ഡാം. ഇത് 3ഉം വേറെ വേറെയാണ്. അതങ്ങനെ തന്നെ പഠിക്കണം. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കി ഡാം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ് നേരത്തെ പറഞ്ഞത്? മലമ്പുഴ ഡാം. ഇനി കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇത് നർമ്മദ നദിയിലാണ്, അതായത് ഗുജറാത്തിൽ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം അത് ചെറുതോണി, പെരിയാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. നമുക്ക് ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യം പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് കല്ലണൈ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഇന്ദിരാസാഗർ ഡാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തെഹരി ഡാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹീരാക്കുഡ് ഡാം. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിൽ പറയുന്നത്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം.
കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് മലമ്പുഴ ഡാം. ഇനി കേരളത്തിലെ ആദ്യത്തെ ഗ്രാവിറ്റി ഡാമാണ് ഈ ചെറുതോണി. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിലെ മണ്ണ് കൊണ്ടുണ്ടാക്കി ഇപ്പോഴും നിലവിലുള്ള കേരളത്തിലെ ഡാം, അത് ബാണാസുര ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. അപ്പോൾ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ഇപ്പോഴും നിലവിലുള്ള ഡാമാണ് ഈ ബാണാസുര ഡാം. അതൊന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാമുകളെ കുറിച്ച് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.